ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് വേർപെടുത്താനുള്ള ഒരു ചെറിയ ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിലെ ഈ ഫോൺ കണ്ടോ, ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മേടിച്ച ഒരു ഫോണാണ്. ഓപ്പോന്റെ F17 എന്ന് പറഞ്ഞ ഒരു മോഡൽ ഫോണാണ്. ഇതിന്റെ ഡിസ്പ്ലേ പൊട്ടിപ്പോയി കഴിഞ്ഞിട്ട് ഞാൻ ലോക്കലി 2 പ്രാവശ്യം മാറ്റിയിട്ട് അത് റെഡി ആയില്ല. അതിനുശേഷം കമ്പനിയിൽ നിന്ന് മാറി അത് ഞാൻ ഒരുപാട് കാലം ഉപയോഗിച്ചു. ഇപ്പോൾ ആ ഡിസ്പ്ലേ പൊട്ടിപ്പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിൽ ഒരുപാട് ഡാറ്റ ഉണ്ട് ഈ സാധനത്തിൽ. അപ്പോൾ ഈ ഡാറ്റ നമുക്ക് തിരിച്ചെടുക്കണമെങ്കിൽ ഇപ്പൊ ഡിസ്പ്ലേ ഓൺ ആയേ പറ്റൂ. അപ്പൊ ഇതിപ്പോ നമ്മൾ പുറമെ കൊടുത്ത് നമ്മൾ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 2000-2500 രൂപയാവും. അപ്പൊ ഞാൻ ഓൺലൈനിൽ ഒന്ന് പരുതി കഴിഞ്ഞപ്പോൾ നമുക്കൊരു 700 രൂപയ്ക്ക് ഇതിന്റെ ഡിസ്പ്ലേ കിട്ടി. നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ സ്വയം ഇതിലെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ചെയ്യാം. നല്ല നല്ല ഫോണുകളിലും ചെയ്ത് പരീക്ഷിക്കണം എന്നില്ല. പറ്റുന്നതും നമ്മൾ സർവീസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ഇത് സർവീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് ഏത് സൈറ്റിൽ നിന്നൊക്കെ വാങ്ങാന്നുള്ള കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇതിന്റെ അവസാന ഭാഗത്ത് ഞാൻ പറയുന്നുണ്ട്. എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതേപോലെ നമ്മുടെ ഷോപ്പിംഗ് ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ലിങ്ക് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫറിൽ പ്രോഡക്റ്റുകൾ വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അധികം ഒന്നും പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഫോൺ ഇതാണ്. നിങ്ങൾക്ക് കാണാം, ഓപ്പോൻ്റെ ഫോണാണ്. ഒരുപാട് കാലം നമ്മൾ ഉപയോഗിച്ച ഫോണാണ്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ മാറ്റണമെങ്കിൽ അത്യാവശ്യം കുറച്ച് ടൂൾസ് നമുക്ക് ആവശ്യമാണ്. ഒരു ടൂള് മേടിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതാണത്. ഇത് ഇങ്ങനെ വരുന്ന ടൂൾസ് ആണ്. ഇതിൽ ഇത്രയധികം ബിറ്റും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ ഇങ്ങനെ നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് വേർപെടുത്താനുള്ള ഒരു ചെറിയ ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഈ ടൂള്, അല്ലെങ്കിൽ ഞാൻ 2 കൂടെ കാണിച്ചു തരാം. ഇതിന് ഏകദേശം 300 രൂപ വിലയുണ്ട്. അതുപോലെ 150 രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഒരു ടൂളാണിത്. ഇതിലേതെങ്കിലും ഒരു ടൂൾ നിർബന്ധമായിട്ട് നമുക്ക് വേണം, മൊബൈൽ അയക്കാനും കാര്യത്തിനൊക്കെ. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗമ്മ് വേണം. പിന്നെ ഡിസ്പ്ലേ ഒക്കെ നിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് റബ്ബർ ബാൻഡുകൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗുളികേൻ്റെ സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഡിസ്പ്ലേ ഇളക്കാൻ ആവശ്യത്തിനാണ്. നിങ്ങൾക്ക് അത് വഴിയെ മനസ്സിലാവും എന്താ അതിൻ്റെ ഉപകാരം. മൊബൈൽ ആദ്യം ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ മൊബൈൽ ഓപ്പൺ ചെയ്യാൻ ഉള്ള ടൂളാണ് നിങ്ങൾ നേരത്തെ കണ്ട നീല സാധനം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് കവർ ആദ്യം അഴിച്ചെടുക്കണം. അതിന് ആദ്യം സിമ്മിൻ്റെ ട്രേ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം അഴിച്ചു മാറ്റണം. അത് അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ അഴിക്കാമെന്ന് നോക്കാം. ശരിക്കും നമുക്ക് ഈ ടൂള് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇങ്ങനെ അഴിച്ചെടുക്കേണ്ടത്. നമുക്ക് അതില്ലെങ്കിൽ നമുക്ക് ഈ ഗുളികേൻ്റെ ഒക്കെ ഈ സാധനം ഉപകരിക്കും. ഇതിന് ഈ രീതിയിൽ ഇതിങ്ങനെ കടത്തി ജസ്റ്റ് നമ്മളിങ്ങനെ ഓടിച്ചാൽ മതി. അപ്പോൾ തന്നെ അത് തുറന്ന് കിട്ടും. അല്ലെങ്കിൽ ഇതുപോലെ ടൂളാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുക. ഈ ടൂളിനെക്കാട്ടിലും നല്ലത് ഞാൻ നോക്കിയിട്ട് ഗുളികേൻ്റെ സ്ട്രിപ്പ് തന്നെയാണ്. പെട്ടെന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല നല്ല വഴങ്ങി കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എളുപ്പം ഇത് തന്നെയാണ്. നമുക്കിത് തുറന്നെടുക്കാം. ഇതിൻ്റെ കവറും ഒറിജിനൽ അല്ല, അതുകൊണ്ടാണ് ചില സ്ഥലത്ത് ഡാമേജ് കാണും. നമുക്ക് ഇങ്ങനെ തുറന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് പറ്റുന്ന ഒരു ടൂൾ എടുത്തിട്ട് നമുക്ക് ഇതിലെ കുറച്ച് സ്ക്രൂകൾ അയക്കണം. ഇതിൻ്റെ കണക്ടർ കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഈ ബാറ്ററി ഇളക്കി മാറ്റിയിട്ട് വേണം അതിൻ്റെ ഡിസ്പ്ലേ ഇളക്കാൻ. അതിനായിട്ട് പറ്റുന്ന ഒരു വിറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഓരോ സ്ക്രൂകളായിട്ട് നമുക്ക് അയച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ സ്ക്രൂകളൊക്കെ എടുത്തു വെക്കാം. ഓക്കെ, നമ്മൾ ഇതിൻ്റെ മേലെയുള്ള അതഴിക്കാനാണ് നമ്മൾ ഈ സ്ക്രൂ അയച്ചത്. അതിനുശേഷം ഡിസ്പ്ലേക്ക് വരുന്നത് കണക്ടർ ഇതിലേതോ ആണ്, നമുക്കത് കണ്ടുപിടിക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ബാറ്ററി ഇതൊന്ന് ഡിസ്കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാറ്ററി ഇളക്കി മാറ്റുകയാണ്. ഇതിൻ്റെ ഡിസ്പ്ലേക്ക് മറ്റും പോയേക്കുന്ന സ്ട്രിപ്പുകളാണിത്. നമുക്കിത് മെല്ലെ ഇവിടെ നിന്ന് ഇളക്കി മാറ്റണം. മാത്രമല്ല ഇതും കൂടെ അഴിച്ചെടുക്കണം. ഇനി ഈ കേസും കൂടെ നമുക്ക് അഴിച്ചു മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഇളക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഫോണിൻ്റെയും ഞാൻ കണ്ടതിൽ ബാറ്ററി ഇളക്കണമായിരുന്നു. ഇതിന് ശരിക്കും ബാറ്ററി ഇളക്കേണ്ട കാര്യമില്ല. നമുക്ക് ഡിസ്പ്ലേൻ്റെ കണക്ഷൻ ഇതാണെന്ന് തോന്നുന്നു. നമുക്ക് ഡിസ്പ്ലേ ആദ്യം ഇളക്കി നോക്കാം. ഈ പിന്നും കൂടെ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഡിസ്കണക്ട് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഈ ഗുളികേൻ്റെ സ്ട്രിപ്പോ അല്ലെങ്കിൽ ടൂളോ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് ഇതുപോലെ ഡിസ്പ്ലേ വേർതിരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ മേടിച്ച ഡിസ്പ്ലേ പാഴ്സൽ നമുക്ക് അൺബോക്സ് ചെയ്യാം. നമ്മൾ മേടിക്കുന്നത് മാക്സ്ബി എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്നാണ്. എല്ലാവിധ മൊബൈൽ പാർട്സും ഇതിൽ കിട്ടും. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ വരെ ആ സൈറ്റ് കിട്ടും. ഇങ്ങനെയാണ് ഇത് ഡിസ്പ്ലേ വന്നിട്ടുള്ളത്. അതിൽ കണ്ടോ മാക്സ്ബി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേക്ക് ഭയങ്കര സെക്യൂർ ആയിട്ടാണ് അവർ അയച്ചേക്കുന്നത്. അതിൽ കുറേ ഇൻസ്ട്രക്ഷൻ വാറൻറ്റിൻ്റെ കാര്യമൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷവും 2 തെർമോക്കോൾ വെച്ച് ബബിൾസിൻ്റെ ഒരു കവറിനുള്ളിലാണ് നമുക്ക് ഡിസ്പ്ലേ വന്നിട്ടുള്ളത്.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡിസ്പ്ലേ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യാൻ നോക്കാം. അതിനാദ്യം തന്നെ നമ്മുടെ ഈ കേസിനകത്ത് ഉള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് കളഞ്ഞിട്ട് ഗം ചെയ്യണം. അതാദ്യം നമുക്ക് നോക്കാം, അതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. വേറൊന്നുമില്ല, ഇത് തന്നെയാണ് നമ്മൾ നോക്കിയ പോലെ തന്നെ ഇതിൻ്റെ കണക്ടർ ഇതാണ്. സൈഡിൽ നിന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഡിസ്പ്ലേ ഒക്കെ നല്ല രീതിയിൽ ഫിറ്റ് ആകുന്നുണ്ട്. കയ്യിൽ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കളയാം. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഗം അപ്ലൈ ചെയ്യാം. ഇതിന് വേണ്ടി മേടിച്ച ഗമ്മാണ്. ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഗമ്മ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡിസ്പ്ലേ ജസ്റ്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കണക്ടർ കറക്റ്റായിട്ട് പിൻ ചെയ്യാം. കണക്ടർ കൊടുത്തു. നമുക്ക് ഈ ബാറ്ററിയാണ് കൊടുക്കേണ്ടത്. ബാറ്ററി നേരത്തെ അഴിക്കേണ്ട കാര്യമില്ലായിരുന്നു. ചില മോഡലുകൾക്ക് അഴിക്കണം. അതുകൊണ്ടാണ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സംശയിച്ച് അയച്ചു പോയത്. ഈ മോഡലിന് ബാറ്ററി അഴിക്കേണ്ട കാര്യമില്ല. ബാറ്ററീൻ്റെ യഥാക്രമം നമ്മൾ കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ കണക്ഷൻസ് ഇത്രയേ ഉള്ളൂ. ഇതിലെ പരിപാടികൾ ഇനിയിപ്പോൾ നേരത്തെ സ്ക്രൂകളൊക്കെ തിരിച്ചിടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി ബാക്കി സാധനങ്ങളെല്ലാം യഥാക്രമം ഫിറ്റ് ചെയ്യാം. ഇതാദ്യം കൊടുക്കാം. കുറച്ച് സ്ക്രൂകൾ ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഡിസ്പ്ലേ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇനി മേലത്തെ കേസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്ക്രൂ എല്ലാം നമ്മൾ ഇട്ടു. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേക്ക് കവർ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ കറക്റ്റായിട്ട് ഒട്ടി വരണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമുക്കത് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ ഗമ്മൊക്കെ പിടിച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അത് മാത്രമല്ല ഇതിൽ ചാർജ് ഇല്ലായിരുന്നു ഫോണിൽ. നമുക്കത് ചാർജിലും കൂടെ കുത്തിയിട്ട് നിങ്ങളെ ഓൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ നമ്മൾ വിജയകരമായിട്ട് മാറ്റിയിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം. നേരത്തെ ഞാൻ ഓൺ ചെയ്തില്ലായിരുന്നു. നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 മണിക്കൂർ എങ്ങനെ ഇതിൻ്റെ ഗമ്മ് ഒന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്ന് മാത്രം. ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് നിങ്ങളുടെ വീട്ടിലെ ഉപേക്ഷിച്ച ഫോണുകളൊക്കെ ഉണ്ടെങ്കിൽ ശ്രമിച്ചു നോക്കാം. അപ്പോൾ സൈറ്റ് അറിയാലോ, മാക്സ് വി എന്ന് പറഞ്ഞ സൈറ്റാണ്. അതിൽ നമ്മുടെ ഫോണിൻ്റെ മോഡൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ സ്പെയർ എന്താണെന്ന് വെച്ചാൽ കിട്ടും. ഡിസ്പ്ലേ മാറുന്നത് ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ബാറ്ററി മാറാനൊക്കെ ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ബാറ്ററി അഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു നമുക്ക്. എങ്കിലും ബാറ്ററി അയക്കുന്നത് കണ്ടല്ലോ. അങ്ങനെ ബാറ്ററി അയച്ചിട്ടാണ് ബാറ്ററിയൊക്കെ ചേഞ്ച് ചെയ്യുന്ന പരിപാടിയൊക്കെ നമുക്ക് ചെയ്യാവുന്നേ. ചെറിയ ചെറിയ പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാവുന്നേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമന്റായിട്ട് കമന്റ് ബോക്സിൽ എഴുതി വെച്ചേക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത്ര നേരം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതേപോലെ നമ്മുടെ ഷോപ്പിംഗ് ഗ്രൂപ്പിൽ ചേരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും പിൻ ചെയ്തിട്ടുണ്ട്. പോയി ജോയിൻ ചെയ്താൽ നമുക്ക് ഇതിൽ ഷെയർ ചെയ്യുന്നതും അതേപോലെ ഓഫറിലുള്ള പ്രോഡക്റ്റ് ഒക്കെ അവിടെ നിന്നും വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വിഷയങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.